നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി 25 ബുധനാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ബന്ധങ്ങളിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണിത്. ചില സൗഹൃദങ്ങൾ ദോഷകരമായി മാറിയേക്കാം എന്നതിനാൽ ജാഗ്രത വേണം. കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. എങ്കിലും ചിലർക്ക് ധനലാഭത്തിന് സാധ്യത കാണുന്നു. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. കഴിവിനും പ്രയത്നങ്ങൾക്കും അർഹമായ അംഗീകാരം ലഭിക്കുന്ന ദിവസമാണിത്. ഉന്നത സ്ഥാനലബ്ധിയും ബിസിനസ്സിൽ പുരോഗതിയും പ്രതീക്ഷിക്കാം. അപ്രതീക്ഷിതമായി ഉന്നത വ്യക്തികളെ കണ്ടുമുട്ടാനും അവരുടെ പിന്തുണ നേടാനും അവസരം ഉണ്ടാകും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. കൃഷിനാശം, വളർത്തുമൃഗങ്ങൾ മൂലമുള്ള നഷ്ടങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. തൊഴിൽപരമായ ക്ലേശങ്ങളും നേത്രരോഗങ്ങളും അലട്ടിയേക്കാം. മറ്റുള്ളവരിൽ നിന്നുള്ള പ്രതികൂല നിലപാടുകൾ മാനസിക വിഷമത്തിന് കാരണമായേക്കാം. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ശുഭദിനമാണിത്. കുടുംബത്തിൽ സന്തോഷം നിറയുകയും സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ശത്രുക്കളെ അതിജീവിക്കാനും തർക്കങ്ങളിൽ വിജയിക്കാനും സാധിക്കും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. കുടുംബാംഗങ്ങൾക്കിടയിൽ ഐക്യവും സ്നേഹവും വർദ്ധിക്കും. തൊഴിൽ മേഖലയിലും വ്യാപാര രംഗത്തും മികച്ച പുരോഗതി ദൃശ്യമാകും. സാമ്പത്തിക നേട്ടങ്ങൾക്കൊപ്പം വീട്ടിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കാനും സാധ്യതയുണ്ട്. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ശാരീരിക അസ്വസ്ഥതകളും ചെറിയ പരാജയ ഭീതിയും അലട്ടിയേക്കാം. സഹോദരങ്ങൾക്ക് ഈ സമയം അത്ര അനുകൂലമല്ലാത്തതിനാൽ ജാഗ്രത പാലിക്കുക. യാത്രകളിൽ ക്ലേശങ്ങൾ വരാൻ ഇടയുള്ളതിനാൽ അതീവ ശ്രദ്ധ ആവശ്യമാണ്. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. മംഗളകാര്യങ്ങൾക്ക് തടസ്സമോ സർക്കാർ സംബന്ധമായ ദോഷങ്ങളോ നേരിടാൻ സാധ്യതയുണ്ട്. പൊതുവായ സുഖക്കുറവും ഭൂമി സംബന്ധമായ നഷ്ടങ്ങളും ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ കരുതലോടെ നീങ്ങുക. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. കർമ്മമേഖലയിൽ വലിയ ഉയർച്ചകൾക്ക് സാധ്യത കാണുന്നു. കഠിനാധ്വാനത്തിന് അർഹിക്കുന്ന അംഗീകാരം ലഭിക്കും. പുതിയ പദവികൾ ഏറ്റെടുക്കുവാനും ബിസിനസ്സിൽ പുരോഗതിയും ധനലാഭവും കൈവരിക്കാനും ഈ ദിവസം സഹായിക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ദാമ്പത്യ ബന്ധങ്ങളിൽ വിശ്വാസവും സ്നേഹവും വർദ്ധിക്കുന്ന ദിവസമാണിത്. കുടുംബത്തിൽ സന്തോഷകരമായ മുഹൂർത്തങ്ങൾക്കും ശുഭകാര്യങ്ങൾക്കും നേതൃത്വം നൽകാൻ സാധിക്കും. ഔദ്യോഗിക മേഖലയിൽ സ്ഥാനക്കയറ്റമോ മികച്ച അംഗീകാരമോ ലഭിക്കാൻ സാധ്യതയുണ്ട്. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മനസ്സിന് അല്പം അസ്വസ്ഥത അനുഭവപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ചില കാര്യങ്ങൾക്കായി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നത് നിരാശയ്ക്ക് കാരണമായേക്കാം. പ്രതീക്ഷിച്ച ഉയർച്ചകൾക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടി വന്നേക്കാം. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും അവ സ്നേഹത്തോടെ പരിഹരിക്കാൻ സാധിക്കും. മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകണം. സംഭാഷണങ്ങളിൽ മിതത്വം പാലിക്കുക. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. പുതിയ നല്ല സൗഹൃദങ്ങൾ കണ്ടെത്താനും നിലവിലുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും സാധിക്കും. കുടുംബാംഗങ്ങളിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നും മികച്ച പിന്തുണയും സ്നേഹവും ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി ദൃശ്യമാകുന്ന ദിവസമാണിത്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.